ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. റിസർച്ച് മെത്തഡോളജിയിലെ 4th മൊഡ്യൂളിൽ വരുന്ന ഒരു പാർട്ടാണ് സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ. അതായത് റിസർച്ച് ഡിസൈനിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിൻറ്റിന് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്ന സെറ്റാക്കി വെക്കുന്ന ഒരു സ്കെച്ചിനെ നമ്മൾ എന്താണ് റിസർച്ച് ഫർദറായിട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് സബ്ജക്റ്റിനെ അസൈൻ ചെയ്യുന്നത്, ഗ്രൂപ്പായിട്ടാണോ അല്ലെങ്കിൽ സിംഗിളായിട്ടാണോ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്, എല്ലാത്തിനെക്കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ഒരു സ്കെച്ചിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുക. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്, പല ക്രൈറ്റീരിയാസിൻ്റെയും ബേസിൽ ഒരുപാട് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻസ് നമ്മൾ പറയാറുണ്ട്. അതിൽ ഒരു കൈൻഡ് ഓഫ് റിസർച്ചാണ് സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ ആ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു റിസർച്ച് സ്റ്റഡിയിൽ നമ്മൾ ഒരു സിംഗിൾ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ ഒറ്റ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സ്റ്റഡി ത്രൂ ഔട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവാം. ഈ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈനിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിംഗിൾ കേസ് ഡിസൈൻ, അല്ലെങ്കിൽ സിംഗിൾ കേസ് റിസർച്ച്, അല്ലെങ്കിൽ N(1) റിസർച്ച്. N(1) എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് N=1 അല്ലേ, സബ്ജക്റ്റ് ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ N(1) റിസർച്ച് എന്നുള്ള പേരിലും നമ്മൾ സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈനെ പറയാറുണ്ട്. അപ്പോൾ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈനിനെ നമ്മൾ സിംഗിൾ കേസ് റിസർച്ച് എന്നും അല്ലെങ്കിൽ N(1) റിസർച്ചും എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പം ആ പേരിൽ പറയുന്ന പോലെ തന്നെ യൂഷ്വലി 1 ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് പാർട്ടിസിപ്പേറ്റ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ റിസർച്ച് ഡിസൈനിൽ ഒരു ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് മാത്രമേ യൂഷ്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളൂ. അപ്പം ഒരു സബ്ജക്റ്റ് കുറിച്ചുള്ള പഠനം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർവെൻഷൻസ് ഒക്കെ കൊടുത്തിട്ട്, ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇപ്പം ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചൈൽഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഭയങ്കര ടോക്കിംഗ് ബിഹേവിയർ കാണിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു അപ്രോപ്രിയേറ്റ് ഇല്ലാത്ത ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒരു കുട്ടി, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടീൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ നമുക്ക് കുറക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിൻ്റെ ഒക്കറൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ടീച്ചർ മേ ബി ആ കുട്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്വയറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്ന സമയത്ത് ആ കുട്ടീനെ പ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ റിവാർഡോ റീഇൻഫോഴ്സ്മെൻറ്റോ കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പം ആ കുട്ടി മിണ്ടാതിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഇപ്പോൾ പ്രൈസ് ചെയ്യുന്നതിന് പകരം ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ടോക്കൺ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ ഒക്കെ കൊടുക്കുക. ആ രീതിയിൽ ആ കുട്ടീനെ റിവാർഡ്സ് കൊടുത്തിട്ട് ആ പർട്ടിക്കുലർ ബിഹേവിയർ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം, കുറക്കാം. ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും. അപ്പം ഇവിടെ ഈ ഒരു കേസിൽ ആ റിവാർഡ് കൊടുക്കുക അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് കൊടുത്തിട്ട് ആ പർട്ടിക്കുലർ ബിഹേവിയർ കുറക്കുക എന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഇൻ്റർവെൻഷനാണ്. ഒരു പർട്ടിക്കുലർ ബിഹേവിയർ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവെൻഷനാണ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഇങ്ങനെയുള്ള സിംഗിൾ സബ്ജക്റ്റ് ഡിസൈനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഒരു സിംഗിൾ കേസ് ഡിസൈനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് പല രീതിയിലുള്ള ഇൻ്റർവെൻഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ആ ഒരു റിവാർഡോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ട് ആ കുട്ടീൻ്റെ ബിഹേവിയർ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ള ഒരു എഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ നമ്മൾ ഒരു ത്രൂ ഔട്ട് കുറച്ച് സമയങ്ങളിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് സമയമെടുത്ത് ഇൻഡെപ്തായിട്ട് നമ്മൾ ഭയങ്കര ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്നതിനെയാണ് സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ എന്ന് പറയുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ സമയത്ത് നമ്മളൊരു ഇൻ്റർവെൻഷൻ എന്നുള്ള ടേം ഫോക്കസ് ചെയ്യുന്നത്, പൊതുവേ നമ്മൾ ഇൻ്റർവെൻഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ പോലെയുള്ള കേസിലാണ് സിംഗിൾ സബ്ജക്റ്റ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന പോലെ തന്നെ നമ്മളൊരു സിംഗിൾ സബ്ജക്റ്റിന് സിംഗിൾ പാർട്ടിസിപ്പേറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക.
ആളെ തന്നെ ഇൻഡെപ്തായിട്ട് വിഗ്രസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യും. സോ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ നമ്മൾ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ട് പല ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ഇൻ്റർവെൻഷൻസ് കൊടുത്തിട്ടും കുറച്ചധികം ടൈമിൽ നമ്മൾ ആ ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് തന്നെ സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റഡ് മെഷർ എക്സ്പെരിമെൻ്റാണ്. ഒരു സിംഗിൾ സബ്ജക്റ്റിനെ കൊണ്ട് തന്നെ നമ്മൾ പല രീതിയിലുള്ള കേസിലും അല്ലെങ്കിൽ പല ടൈമിൽ പല ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു സിംഗിൾ സബ്ജക്റ്റിന് ഫോക്കസ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സും ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് മെഷർ എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സിംഗിൾ സബ്ജക്റ്റ് റിസർച്ചിന് പറയാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സിംഗിൾ സബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് അതൊരൊറ്റ സിംഗിൾ സബ്ജക്റ്റ്, അതായത് ഒരാൾ മാത്രമാവണമല്ല, ഒരു സിംഗിൾ യൂണിറ്റിനെയും നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് സിംഗിൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതൊരൊറ്റ ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരൊറ്റ ഗ്രൂപ്പ് ആവാം. ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാവും, എന്നാലും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മളവരെ കൺസിഡർ ചെയ്തിട്ട് അങ്ങനെയാവാം. അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇവൻ്റ് ആവാം, ഒരു ഫിനോമിനെ കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടാവാം. അങ്ങനെ ഒരു സിംഗിൾ യൂണിറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡീനെയും നമുക്ക് സിംഗിൾ സബ്ജക്റ്റ് ഡിസൈനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ മെയിൻലി ഇവിടെ പറയുന്നത് ക്ലിനിക്കൽ റിസർച്ചിലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഡിസൈൻ ഫോക്കസ് ചെയ്യാറുള്ളത്. എസ്പെഷ്യലി നമ്മൾ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ടെക്നിക്ക്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇപ്പോൾ കുട്ടികളിലൊക്കെ ഉള്ള എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസ് പാറ്റേൺ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട്, മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രഗിൻ്റെ ഇവാലുവേഷനിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ഇപ്പം ടോക്കിംഗ് ബിഹേവിയറോ ക്രൈയിങ് ബിഹേവിയറോ അങ്ങനെ പല ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബിഹേവിയറിനെ ഫോക്കസ് ചെയ്തിട്ട് അതിൽ ഇൻ്റർവെൻഷൻസ് കൊടുത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് അതിന് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ആ ഒരു കേസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള സിംഗിൾ സബ്ജക്റ്റ് ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ ക്ലിനിക്കൽ റിസർച്ചിലാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സിംഗിൾ സബ്ജക്റ്റിൻ്റെ ഒരു ഒറിജിൻ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡിൽ നിന്നൊക്കെ ഒരു ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. കേസ് സ്റ്റഡി മെത്തേഡ് അറിയുന്നുണ്ടാവും. അപ്പോൾ ഒരു സിംഗിൾ കേസിനെ നമ്മൾ ഇൻഡെപ്തായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്, മൾട്ടിപ്പിൾ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണ്. അതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുക. അപ്പം അതിൽ നിന്നൊക്കെ ഒരു ഒറിജിൻ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്കിന്നറുടെ ബിഹേവിയർസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നറുടെ 1930s നമ്മൾ ബിഹേവിയർസ് ഒക്കെ എമേർജ് ചെയ്ത് വരുന്ന സമയത്ത് സ്കിന്നറുടെ പല എക്സ്പെരിമെൻസും നമ്മൾ ലേണിങ്ങിൽ പറയപ്പെടുന്ന പല എക്സ്പെരിമെൻസും ഈ ഒരു ഡിസൈനിൻ്റെ ഒരു ഒറിജിന് പല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്കിന്നറുടെ റിസർച്ചിന് നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജിനെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് എക്സ്പെരിമെൻ്റൽ അനാലിസിസ് ഓഫ് ബിഹേവിയർ എന്നുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സ്കിന്നർ ആളുടെ ഒരു ലബോറട്ടറി സെറ്റപ്പിൽ ലബോറട്ടറി റിസർച്ച്, അതായത് ആനിമൽസിനെ വെച്ചിട്ട് ലബോറട്ടറി റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ട് നമുക്കറിയാം ഓപ്പറൻ്റ് കണ്ടീഷനിങ് പോലെയുള്ള ലേണിങ്ങിൻ്റെ തിയറീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ആനിമൽസിനെ ഫോക്കസ് ചെയ്തിട്ട് പല തരത്തിലുള്ള ലബോറട്ടറി റിസർച്ച് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് മെത്തഡോളജിയാണ് എക്സ്പെരിമെൻ്റൽ അനാലിസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ഈ അന്ന് ആൾ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ ഈ റിസർച്ച് മെത്തഡോളജി
സ്കിന്നർ യൂസ് ചെയ്തിട്ടുള്ള റിസർച്ച് മെത്തഡോളജി, അല്ലെങ്കിൽ അന്ന് എക്സ്പെരിമെൻ്റൽ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ മെത്തഡോളജി ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈനിൻ്റെ ഒരു ബേസായിട്ട് നമുക്ക് പറയാൻ പറ്റും. അന്ന് അനിമൽസിൽ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു പല റിസർച്ചുകളും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1950s ആ ഒരു കാലഘട്ടത്തിൽ പല ഇൻവെസ്റ്റിഗേറ്റേഴ്സും പല റിസർച്ചേഴ്സും സ്കിന്നറിൻ്റെ മെത്തഡോളജി ഹ്യൂമൻ ബീയിങ്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതായത് സ്കിന്നർ ആ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള പല ഇപ്പം അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ് പോലെയുള്ള മെത്തഡോളജീസ് ഹ്യൂമൻ ബീയിങ്സിൽ പല ഇൻവെസ്റ്റിഗേറ്റേഴ്സും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി ക്ലിനിക്കൽ സെറ്റിങ്സിൽ ഈ ഒരു കോൺസെപ്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിലൊക്കെ ഈ ഒരു പർട്ടിക്കുലർ ബിഹേവിയറൽ അനാലിസിസും റിസർച്ച് മെത്തഡോളജിയും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചിൽഡ്രൻസിൽ, അതേപോലെ തന്നെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചിൽഡ്രനിൽ, അതേപോലെ തന്നെ MR ആയിട്ടുള്ള ചിൽഡ്രനിലൊക്കെ ഈ സ്കിന്നറുടെ എക്സ്പെരിമെൻ്റൽ അനാലിസിസ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ സ്കിന്നറുടെ മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് പല തെറാപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇൻ്റർവെൻഷൻസൊക്കെ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഹിസ്റ്ററി പറയുന്നത്. അതേപോലെ തന്നെ 1968 പബ്ലിഷ് ചെയ്തിട്ടുള്ള ജേർണൽ ഓഫ് അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ് എന്ന് പറയുന്ന ഈ ജേർണലിൽ പല റിസർച്ചേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളിലൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. അപ്പം ഇതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് കേസ് സ്റ്റഡി മെത്തേഡിലാണ്. ആൻഡ് ഓൾസോ സ്കിന്നറിൻ്റെ ലേണിങ്ങിൻ്റെ കുറേ ലബോറട്ടറി റിസർച്ചുകളും അനിമൽസിനെ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റഡിയിൽ നിന്നും യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജി ആയിരുന്നു എക്സ്പെരിമെൻ്റൽ അനാലിസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ മെത്തഡോളജി അനിമൽസിൽ യൂസ് ചെയ്തിട്ടുള്ള മെത്തഡോളജി ഹ്യൂമൻ ബീയിങ്സിൽ പല റിസർച്ചേഴ്സും പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്യുണ്ടായി. എസ്പെഷ്യലി ഓട്ടിസ്റ്റിക്, ഇപ്പോൾ ക്ലിനിക്കൽ സെറ്റപ്സിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള, അതേപോലെ തന്നെ MR ആയിട്ടുള്ള ചിൽഡ്രനിലൊക്കെ ഇങ്ങനെ ഈ ഒരു മെത്തഡോളജി അപ്ലൈ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ആ ഒരു 1968 പബ്ലിഷ് ചെയ്തിട്ടുള്ള പല ജേർണൽസിലും അതിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസിലൊക്കെ ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഒരു മെത്തഡോളജീൻ്റെ ബേസിലായിരുന്നു. അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈൻ എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഈ പോയിൻറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ റിസർച്ച് ഡിസൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈനിൻ്റെ കേസിലും അപ്ലിക്കബിൾ ആണ്. അല്ലെങ്കിൽ ആ സെയിം പോയിൻറ്റ്സ് തന്നെയാണ് ഇവിടെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ ഒരു കാറ്റഗറിയിലാണ് ഈ സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് വരിക. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. സോ ആ ഒരു സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ വരിക. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനിൽ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റൂൾ പ്രോട്ടോക്കോളിൻ്റെ ഒക്കെ ഒരു ബേസിൽ ആൻഡ് ഭയങ്കര ഒബ്ജക്റ്റീവായിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡ്സും അപ്രോച്ചസും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു റിസർച്ച് ഡിസൈൻ തന്നെയാണ് നമ്മളിപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചസൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു യൂണിഫോം ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി തന്നെയാണ് സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് വെച്ചിട്ടുള്ള ഒരു
സ്റ്റഡിയാണ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡീനെ നമുക്ക് വിളിക്കാം ഇതൊരു സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈനാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിംഗിൾ സബ്ജക്റ്റിനെ വെച്ചിട്ടാണ് ഒരു സ്റ്റഡി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈൻ എന്നുള്ള പേരിൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ പൊതുവെ നമ്മൾ പറയുന്നതാണ് അല്ലേ, ഒറ്റ സബ്ജക്റ്റിനെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ആ ഡിസൈൻ എന്ത് വിളിക്കും, സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈൻ എന്ന് പറയും. ഇനി നമുക്കറിയാം കോസ് ആൻഡ് എഫക്റ്റ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ഈ കേസിലും അതായത് സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈനിൻ്റെ കേസിലും നമുക്ക് ഈ പറയപ്പെട്ടിട്ടുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അതിൻ്റെ എക്സിസ്റ്റൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ക്ലിനിക്കൽ സെറ്റിങ്സിൽ അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി ക്ലിനിക്കൽ സെറ്റപ്പിൽ നമുക്ക് പല ഇൻ്റർവെൻഷൻസും അല്ലെങ്കിൽ പല ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് ഈ ഒരു റിസർച്ച് ഡിസൈൻ വെച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും ഒരു ഇൻ്റർവെൻഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ ബിഹേവിയർ കുറക്കാനോ കൂട്ടാനോ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇൻ്റർവെൻഷൻസൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം ആ ഒരു പാർട്ടിസിപ്പൻറ്റിന് എഫക്റ്റീവായോ, എത്രത്തോളം ആ ഒരു ഇൻ്റർവെൻഷൻ പ്രോഗ്രാമിന് എഫക്റ്റീവ്നെസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ സ്റ്റഡീസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാൻ പോകുന്നത് സിംഗിൾ സബ്ജക്റ്റ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനിൻ്റെ ജനറൽ പ്രൊസീജിയേഴ്സാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിൽ ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മെയിൻലി 4 ആസ്പെക്റ്റുകളാണ് ഇതിന് മെൻഷൻ ചെയ്യുന്നത്. അതായത് നമ്മളൊരു സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ മെയിൻലി 4 ആസ്പെക്റ്റുകൾ. അതിലൊന്നാമത്തതാണ് റിപ്പീറ്റഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തതാണ് ബേസ് ലൈൻ ഓർ ഓപ്പറൻറ്റ് ലെവൽ, തേർഡ് വൺ ഈസ് മാനിപ്പുലേറ്റിംഗ് വേരിയബിൾസ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ലെങ്ത് ഓഫ് ഫേസസ്. അപ്പോൾ എന്താ ഓരോന്നെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് റിപ്പീറ്റഡ് മെഷർമെൻറ്റ്. റിപ്പീറ്റഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഡിസൈനിൽ നമ്മൾ ഒരു സിംഗിൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും സ്റ്റഡി മുന്നോട്ട് പോവുക. അപ്പം ഈ ഒരു സിംഗിൾ സബ്ജക്റ്റിനെ പല ഇൻ്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ട് മെഷർമെൻറ്റ്സ് നടത്തും എന്നുള്ളതാണ്. ഒരുപാട് ടൈം എടുത്തിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മെഷർമെൻറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ നടത്തും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ക്ലാസ്സിലുള്ള ഒരു ബിഹേവിയറാണ് കുട്ടീൻ്റെ എന്നുണ്ടെങ്കിൽ ഒരു 1 വീക്കോളം ആ ഒരു പർട്ടിക്കുലർ ബിഹേവിയറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഇൻ്റർവെൻഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ കുട്ടീനെ മെഷർ ചെയ്യുകയാണ്, ഒബ്സർവ് ചെയ്യുകയാണ്. സോ ഒരു സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ് എടുക്കും. അതേപോലെ തന്നെ ആ കുട്ടീനെ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യും ആ ഒരു സെയിം ഇൻഡിവിജ്വലിനെ തന്നെ. സോ ഇതിനെയാണ് നമ്മൾ റിപ്പീറ്റഡ് മെഷർമെൻറ്റ് എന്ന് പറയാം. സോ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മോർ വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ആ ഒരു പർട്ടിക്കുലർ സ്റ്റഡീനെ നമുക്ക് കുറച്ചും കൂടി വാലിഡ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള റിലയബിൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ബേസ് ലൈൻ ഓർ ഒപ്പറൻറ്റ് ലെവൽ എന്നുള്ളതാണ്. ബേസ് ലൈൻ ഓർ ഒപ്പറൻറ്റ് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇൻ്റർവെൻഷൻസ് കൊടുക്കുക എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ ഒരു സ്റ്റഡി ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ബിഫോർ ഇൻ്റർവെൻഷൻ നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ, അതായത് ഇൻ്റർവെൻഷൻസ് നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ കുട്ടീൻ്റെ കറണ്ട് ബിഹേവിയർ സ്റ്റാറ്റസ്, പ്രത്യേകിച്ച് നമ്മൾ ഇൻ്റർവെൻഷൻസ് ഒന്നും കൊടുക്കുന്നതിന് മുന്നേ കുട്ടി എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുന്നത്. ഇപ്പം
ഇൻ്റർവെൻഷൻസ് ഒന്നും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ റിവാർഡ്സോ റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നും കൊടുക്കാത്തതിന് മുന്നേ ക്ലാസ്സിൽ കുട്ടി എത്ര പ്രാവശ്യം സംസാരിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടി എത്ര പ്രാവശ്യം സംസാരിക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ബേസ് ലൈൻ ഓർ ഒപ്പറൻറ്റ് ലെവൽ എന്ന് പറയുക. ബിഫോർ ഇൻ്റർവെൻഷൻ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കുട്ടി എത്ര തവണ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് എത്രയാണ്, എന്താണ് എന്നുള്ളതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് ബേസ് ലൈൻ ഓർ ഒപ്പറൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. സോ ദ ബേസ് ലൈൻ ഈസ് ഓൾസോ കാൾഡ് ഒപ്പറൻറ്റ് ലെവൽ. ഇവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഇതാണ് കറക്റ്റ് സ്പെല്ലിങ്, ഒപ്പറൻറ്റ്. ഓക്കെ, ഇത് ഒന്ന് നോട്ട് ചെയ്യുക, ഒപ്പറൻറ്റ് ലെവൽ എന്നുള്ളത്. ബേസ് ലൈൻ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഒപ്പറൻറ്റ് ലെവൽ. ഓക്കെ, സോ ഇൻ ദിസ് റിസർച്ച് എ ബേസ് ലൈൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സ്റ്റാറ്റസ് ഓഫ് ദ സബ്ജക്റ്റ് ബിഹേവിയർ പ്രയർ ടു ദ ഇൻ്റർവെൻഷൻ ബൈ ദ റിസർച്ചേഴ്സ്. സോ ഇൻ്റർവെൻഷൻ കൊടുക്കുന്നതിന് മുന്നേ ആ ഒരു സബ്ജക്റ്റിൻ്റെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ ബിഹേവിയറൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കുന്നതിനെയാണ് ബേസ് ലൈൻ എന്ന് പറയുക. സോ ഇതെന്തിനാണ് നമ്മൾ ഈ ഒരു ബേസ് ലൈൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇൻ്റർവെൻഷൻ കൊടുത്തതിന് ശേഷവും അതേപോലെ തന്നെ കൊടുക്കുന്നതിന് മുന്നേയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ എത്രത്തോളം ആ ഇൻ്റർവെൻഷൻ എഫക്റ്റീവ് ആയിരുന്നു അല്ലെങ്കിൽ എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് ലൈൻ നോട്ട് ചെയ്യുന്നത്. സോ അപ്പം നമ്മളൊരു സിംഗിൾ റിസർച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബേസ് ലൈൻ അല്ലെങ്കിൽ ഒപ്പറൻറ്റ് ലെവൽ നോട്ട് ചെയ്യുക എന്നുള്ളത്. ഇനി മൂന്നാമത്തതാണ് മാനിപ്പുലേറ്റിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ ആകുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ പ്രോപ്പറായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും പോസിബിളാണ്. നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു മറ്റുള്ള എക്സ്പെരിമെൻ്റൽ റിസർച്ചിനെ പോലെ തന്നെ സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈനും മാനിപ്പുലേഷൻ, വേരിയബിൾസിൻ്റെ മാനിപ്പുലേഷൻ പോസിബിളാണ്. അപ്പം ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സിംഗിൾ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് അറ്റ് എ ടൈം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മളിപ്പം അറ്റ് എ ടൈം നമ്മൾ ഒന്നിൽ കൂടുതൽ വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴാണോ ആ ഒരു പർട്ടിക്കുലർ റിസൾട്ട് ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. സോ അറ്റ് എ ടൈം നമ്മൾ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, ഒരു വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് ഡിസൈനിൽ നമുക്ക് പല സമയങ്ങളിലും നമുക്ക് വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വേരിയബിളിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് അറ്റ് എ ടൈം നമ്മൾ 2-3 വേരിയബിൾസൊക്കെ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, വേരിയബിൾസ് ഷുഡ് ബി മാനിപ്പുലേറ്റഡ് വൺ അറ്റ് എ ടൈം ആൻഡ് നോട്ട് അറ്റ് ഓൾ അറ്റ് എ ടൈം. അതായത് നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ഒരു പർട്ടിക്കുലർ വേരിയബിളിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ വേരിയബിളിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ പഠിക്കുക. സോ അങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിൾ ഈ ഒരു പർട്ടിക്കുലർ ഡിസൈനിൽ വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തതാണ് ലെങ്ത് ഓഫ് ഫേസസ് എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ഫേസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസൊക്കെ നമ്മൾ എടുക്കുന്നുള്ളത്. സോ അങ്ങനെ പല ഫേസുകൾ ഉണ്ടാവും. ഇപ്പം പല ഫേസുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബേസ് ലൈൻ ഫേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ ഫേസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പല ഡിഫറെൻറ്റ് ഫേസുകളിൽ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, യൂണിഫോം ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ആ കുട്ടി കാണിക്കുന്ന ടോക്കിംഗ് ബിഹേവിയർ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഇപ്പം ഒരു 30 മിനിറ്റ്സ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റിൽ ആ കുട്ടി ഇൻ്റർവെൻഷനൊന്നും കൊടുക്കാതെ എത്ര തവണ സംസാരിച്ചു അല്ലെങ്കിൽ ആ ടോക്കിംഗ് ബിഹേവിയർ കാണിച്ചു എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യാം. എന്നിട്ട് അടുത്ത് നമ്മൾ ഇൻ്റർവെൻഷൻ കൊടുക്കുന്ന ആ ഒരു ഫേസ് ഉണ്ടാവുമല്ലോ, ആ ഫേസിൻ്റെ ഡ്യൂറേഷൻ എന്താവുക, 30 മിനിറ്റ് ക്ലാസ് ടൈമിൽ നമ്മൾ ഓരോ പ്രാവശ്യവും കുട്ടി മിണ്ടാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക,
പർട്ടിക്കുലർ ഒരു റീൻഫോഴ്സ്മെൻറ്റോ റിവാർഡോ കൊടുക്കുക. അങ്ങനെ നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, റിലേറ്റീവ് ലെങ്ത് ഓഫ് ഈച്ച് ഓഫ് ദ ഡിഫറെൻറ്റ് ഫേസസ് ഷുഡ് ബി ഈക്വൽ. അങ്ങനെ ഡിഫറെൻറ്റ് ഫേസസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മാക്സിമം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. പക്ഷേ എല്ലാ കേസിലും അത് പോസിബിൾ അല്ല. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ അല്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ പൊതുവേ പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ബേസ് ലൈൻ ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കും, അതായത് ഒരു ഇൻ്റർവെൻഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഇൻ്റർവെൻഷൻ, ഇനീഷ്യൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ബേസ് ലൈനേക്കാളും കുറച്ച് എന്തായിരിക്കണം, ലോങ്ങർ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഇൻ്റർവെൻഷൻ ഫേസ് എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുത്തിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് എത്രത്തോളം, അല്ലെങ്കിൽ ഇപ്പം കുട്ടി കാണിക്കുന്ന ഒരു ബിഹേവിയർ പെട്ടെന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കുറച്ച് ഡ്യൂറേഷൻ എടുത്തിട്ട് ആ ഒരു ഇൻ്റർവെൻഷൻ കൊടുക്കേണ്ടി വരും. സോ ആ ഒരു ഇൻ്റർവെൻഷൻ ഫേസ് നമ്മൾ ഇനീഷ്യൽ ഇൻ്റർവെൻഷൻ ഫേസ് കുറച്ച് ലോങ്ങർ ആയിട്ട് എടുക്കണം എന്നാണ് പല റിസർച്ചേഴ്സിൻ്റെ ഒക്കെ ഒപ്പീനിയനായിട്ട് വരുന്നത്. എന്നാൽ മാക്സിമം നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നോക്കണം. എന്നാൽ സിറ്റുവേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇനീഷ്യൽ ഇൻ്റർവെൻഷൻ ഫേസ് കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ആ ഒരു ബിഹേവിയറിൻ്റെ എഫക്റ്റീവ്നെസ് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദ ഫസ്റ്റ് ഇൻ്റർവെൻഷൻ ഹാസ് ടു ബി ലോങ്ങർ ദാൻ ദ ഇനീഷ്യൽ ബേസ് ലൈൻ ഇൻ ഓർഡർ ടു ഡെമോൺസ്ട്രേറ്റ് ആൻ ഒബ്വിയസ് ചേഞ്ച് ഇൻ ബിഹേവിയർ. നമുക്ക് ആ ബിഹേവിയറിൽ മാറ്റം വേണം. അത് എത്രത്തോളം വന്നു എന്നുള്ളതിൻ്റെ എഫക്റ്റീവ്നെസ് പഠിക്കണം. സോ ആ ഒരു ഇനീഷ്യൽ ഇൻ്റർവെൻഷൻ ഫേസ് എന്ന് പറയുന്നത് കുറച്ച് ലോങ്ങർ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ഇത്രയാണ് ജനറൽ പ്രൊസീജിയേഴ്സ് വെൻ വി ആർ ഡൂയിങ് എ സിംഗിൾ സബ്ജക്റ്റ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്, ബേസ് ലൈൻ ഓർ ഒപ്പറൻറ്റ് ലെവൽ, മാനിപ്പുലേറ്റിംഗ് വേരിയബിൾസ്, ലെങ്ത് ഓഫ് ഫേസസ്, കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് പറയാൻ പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ബേസിക് ഡിസൈൻസ് ഓഫ് സിംഗിൾ സബ്ജക്റ്റ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ സിംഗിൾ സബ്ജക്റ്റ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡിസൈൻസ് ഫോക്കസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡിസൈൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഡിസൈൻസ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. 3 ഡിസൈൻസാണ്, ഇതിൻ്റെ അണ്ടറിലും കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു സിംഗിൾ സബ്ജക്റ്റ് റിസർച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുള്ള കുറച്ച് ഡിസൈൻസുകളാണ്, അല്ലെങ്കിൽ കുറച്ച് മെത്തേഡ്സുകളാണ്. അപ്പോൾ അതിന് ഓരോന്നിനും സെപ്പറേറ്റ് പേരുകളുണ്ട്. അപ്പം അത് എന്താണെന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.